ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സെപ്റ്റംബർ മാസം 1-ാം തീയതി ആണ്ടുവട്ടത്തിലെ 22ാമത്തെ ഞായറാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 8 വരെയും 14 മുതൽ 15 വരെയും 21 മുതൽ 23 വരെയുമുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ അടുക്കൽ നിയമജ്ഞരും ഫരിസേയരും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് ഈശോയുടെ ശിഷ്യന്മാർ പുറത്തുനിന്ന് വന്നിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. ഇത് കണ്ടിട്ട് അവർ ചോദിക്കുന്നത്, അവരുടെ പാരമ്പര്യമനുസരിച്ച് പുറത്തുനിന്ന് വന്നാൽ ദേഹശുദ്ധി വരുത്തിയിട്ട് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ ചെയ്തത് എന്നതാണ്. ഈശോയെ കൊടുക്കുവാനായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഈശോ ഈ ഒരു കാര്യത്തെ അവരെ കുറെ കൂടി ആഴപ്പെട്ട ഒരു ആത്മീയതയിലേക്ക് നയിക്കുകയാണ്. ഈശോ യേശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് അകലെയാണ്. ദൈവത്തിൻ്റെ വലിയ ഒരു വേദനയാണ് ആ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ദൈവം ഇസ്രായേൽ ജനത്തിന് നിയമങ്ങൾ കൊടുത്തു. നിയമങ്ങൾ കൊടുത്തത് നിയമത്തിന് പുറമെ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ജീവിതം കഠിനമാക്കുവാനായിട്ടല്ല, മറിച്ച് ആ ദൈവം നൽകിയ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുവാനായിട്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ദൈവം ഇത്രമാത്രം അടുത്തിരിക്കുന്ന ഒരു ജനതയായിട്ട് യഹൂദ ജനതയെ ഈ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം അത്രമാത്രം അടുത്തിരിക്കുന്നത് കൽപ്പനകളിലൂടെയാണ്. പക്ഷേ ദൈവം നൽകിയ കൽപ്പനകൾക്ക് പുറമെ മാനുഷികമായ ഒരുപാട് കൽപ്പനകൾ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യജീവിതം വളരെ പ്രയാസമുള്ളതാക്കി മാറ്റുകയാണ്. അതാണ് പുറമേ നിന്ന് വന്നതിന് ശേഷം കൈ കഴുകണം, അങ്ങനെയുള്ള ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ ഇതിനോട് അനുബന്ധമായിട്ട് യഹൂദർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. ഒരുവനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. എന്നിട്ട് ഈശോ ഒരു 13 ഇനം തിന്മകളാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ 13 തരം തിന്മകളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്ന് പറയും. ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ദുഷ്ചിന്തയാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തിന്മ കടന്നു വരുന്നത് ആദ്യം ചിന്തയിലാണ്. ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ് വാക്കുകളായിട്ട് പ്രവൃത്തികളായിട്ടൊക്കെ മാറുന്നത്. ഇനി അവസാനം കൊലപാതകം തന്നെ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ്? ഒരുവനെ കുറിച്ചുള്ള വൈരാഗ്യപൂർവമായ ചിന്തകളാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈശോ പറയുന്ന ഈ ഒരു കാര്യം ഉള്ളിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്ന് വരുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹൃദയത്തിൽ സച്ചിന്തകളാണെങ്കിൽ ആ ഹൃദയം അത്രമാത്രം പുണ്യം നിറഞ്ഞുകൊണ്ട് നല്ല വാക്കുകളിലൂടെ അതോടൊപ്പം പുണ്യപ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹപ്രദമായിട്ട് മാറും. മറിച്ച് ഉള്ളിൽ ദുഷ്ചിന്തയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലൂടെ പ്രകടമാകും. അപ്പോൾ അത് മറ്റുള്ളവരെ മാത്രമല്ല, ഈ വ്യക്തിയെയും നശിപ്പിക്കുന്നു. അതിനാൽ ഈശോ പറയുന്ന ഈ ഒരു കാര്യം, പുറമേയുള്ള ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതിനേക്കാളും 10 മടങ്ങ് ശ്രദ്ധയോടുകൂടെ ആവേശത്തോടുകൂടെ നമ്മളുടെ ഉള്ളു ശുദ്ധമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏറെ പ്രത്യേകിച്ച് നമ്മളുടെ ഹൃദയം ശുദ്ധമാക്കുവാനായിട്ട്. ഹൃദയത്തിൽ നിന്ന് എപ്പോഴും സച്ചിന്തകൾ മാത്രം വരുവാനും പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന വ്യക്തികളായി തീരുവാനും നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.